ഇപ്പോൾ മീഡിയക്കാർക്കാണെങ്കിലും ഇന്റർവ്യൂവിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ചുട്ട മറുപടി കൊടുക്കുന്ന ആളാണ് നിഖില ചേച്ചി. അപ്പോൾ നിഖില ചേച്ചി മാരിഡ് അല്ല, അതെ സിംഗിൾ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മാരിഡ് അല്ലാത്ത ഒരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കല്യാണം കഴിക്കുന്നില്ലേ. ഉണ്ണിച്ചേട്ടനടക്കം അത് ഇടയ്ക്ക് നേരിടാറുള്ളതാണ് ഇന്റർവ്യൂസിനടക്കം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നിഖില ചേച്ചി എന്ത് മറുപടി കൊടുക്കും? അപ്പോൾ നിഖില ചേച്ചി ആസ് ആൻ ആക്ട്രസ് ഇത്രത്തോളം വളരെ തഗ്ഗായിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കാം. പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ അല്ലല്ല, ഞാൻ ചോദിച്ച പോയിന്റ് വേറെ. ശരിക്കും പറയുന്നത് മറുപടിയാണ്. എനിക്ക് താല്പര്യമില്ല, ഞാൻ ആരോടും പറയില്ല കല്യാണം കഴിക്കണ്ടെന്നോ കല്യാണം കഴിച്ചാൽ അങ്ങനെ ആയിപ്പോകുന്നു. എനിക്കിപ്പം ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ആ ട്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി. അപ്പോൾ അല്ല അങ്ങനെ ചോദിക്കണം. അപ്പോൾ ഞാനിതിൽ വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു, ഈ പടത്തിൽ വരുന്ന വിമർശനം നിങ്ങളെങ്ങനെ അഭിമുഖീകരിക്കുന്നു അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? അല്ല, നിഖില ചേച്ചി ഫസ്റ്റ് പറയാം. നിഖില ചേച്ചിയുടെ പെർസ്പെക്റ്റീവ് ഫസ്റ്റ് പറയാം. എനിക്ക് കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. പക്ഷെ അതീ പറയുന്നത് പോലെ അവരുടെ ചോയ്സാണ്. അവർക്ക് കുട്ടികൾ വേണം, ഏത് സമയത്ത് കുട്ടികൾ വേണം, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർഡ് ആണോ ഒരു അമ്മയാവാൻ, ഞാൻ പ്രിപ്പയർഡ് ആവാൻ ആണോ ഒരു അച്ഛനാവാൻ എന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ്. എനിക്ക് സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സിനോട് എനിക്കും താല്പര്യമില്ല. ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ്. അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. അപ്പം എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയായിരിക്കും. എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഈ സിനിമയിലും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷറുള്ള ആൾക്കാരുണ്ട്, കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ഫാമിലീസിന് അതിൽ കാണിക്കുന്നുണ്ട്. ഈ പ്രഷർ വേണ്ടാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡയറക്ടർ സാർ, അപ്പോൾ ഈ സിനിമയിലേക്ക് വരാം. അപ്പോൾ ഞാൻ കേട്ടൊരു വിമർശനം, എന്തായാലും ഞാൻ ആ സിനിമ കാണും ഉറപ്പായിട്ടും. കാരണം ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ ആ ഒരു മെസ്സേജ് ഭയങ്കര ഹൃദയസ്പർശിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് തരാനായിട്ട് ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമയുടെ വിജയം തന്നെയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു പ്രമുഖ റിവ്യൂവർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ കൊടുത്തൊരു വിമർശനം കുട്ടികൾ ഉണ്ടാവാതിരിക്കുക എന്നതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അഡ്രസ്സ് ചെയ്തോ എന്ന് തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിമർശനത്തിന് എന്താണ് മറുപടി? വിമർശനത്തിന് നമ്മൾ മറുപടി കൊടുത്തോളന്നില്ലോ. അത് ഒരാൾ അയാളുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുക എന്നുള്ളതല്ല ഈ സിനിമയുടെ മെയിൻ. അതൊരു സെറ്റിംഗ് ആണ്. IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ക്യാരക്ടർ ഈ പ്ലേ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഗ്നൻസി, ഡെലിവറി, കുട്ടികളുണ്ടാവൽ, അതിൻ്റെ സൊസൈറ്റൽ പ്രഷർ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ നമ്മളിതിൽ പറയുന്ന കഥ ഈ പറഞ്ഞ നേരത്തെ ഇവർ തുടങ്ങി വെച്ച പോലെ അച്ഛൻ, അമ്മ, കുടുംബം, ഭാര്യ, ഈ റിലേഷൻഷിപ്സ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസും ഇമോഷൻസുമാണ് നമ്മൾ ഈ സിനിമയോട് പറയുന്നത്. ഇപ്പോൾ ഒരു മകന് അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം, ഇതെല്ലാം പ്രതിപാദിച്ചു പോകുന്നൊരു സിനിമയാണ്. ഇതിൽ നമ്മൾ കുട്ടി ഉണ്ടാക്കുന്നൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. കുട്ടി ഉണ്ടാവാതിരിക്കണമെന്ന് നമ്മൾ മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്ന ഈ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ അതിൽ വന്നു പോകുന്ന സൊസൈറ്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, ഈ സൊസൈറ്റൽ പ്രഷർ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലുള്ള സൊസൈറ്റൽ പ്രഷറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് ഒരു ഡോക്ടറുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിനടുത്തേക്ക് വരുന്ന രോഗികൾക്ക് പല പല കാര്യങ്ങൾ പറയാനുണ്ട്, പല രോഗികൾക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്, പല ആവശ്യങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഇവരെല്ലാം നമ്മൾ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ഈ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ ലളിതമായിട്ട് ഇതിൻ്റെ പ്രോസസ്സ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സുകളാണ് പലതും. ഈ പറഞ്ഞ കുട്ടി ഉണ്ടാകുന്നത് എങ്ങനെ, ഇതൊക്കെ ഒരു സംസാര വിഷയമാകണം. വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിലും ഈ
ഒരു ടോക്ക് ഉണ്ടാവുന്നത്. നമ്മളുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്, പരിമിതമാണ്. ഇപ്പോൾ ഒരുപാട് ലിബറലായി വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ സിനിമയ്ക്കുണ്ട്. അത് നമ്മൾക്ക് അതിൻ്റെ റിവ്യൂസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് ഇതുപോലുള്ള സംസാരങ്ങൾ കുടുംബങ്ങൾക്ക് അകത്തുണ്ടാകുന്നത്. ഇപ്പോൾ ഒരു മകൻ അമ്മയ്ക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നെന്ന് അറിഞ്ഞിട്ട് ആ അമ്മേനെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വന്നതിലാണ്, എൻ്റെ അമ്മയ്ക്ക് ഈ പടം കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞൊരു മകൻ കൊണ്ടുപോയി. അതൊക്കെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ വിജയം പറയുന്നത്. അല്ലാണ്ട് കുട്ടികൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയല്ല ഇത്. ബന്ധങ്ങളുടെ കഥ പറയുന്നത്, റിലേഷൻഷിപ്സിനെ പറ്റി പറയുന്ന സിനിമയാണ്.